ശരണം തരണം ശരണം സ്വാമി ശരണം തരണം ശരണം ശരണം തരണം ശരണം സ്വാമി ശരണം തരണം ശരണം ചേട്ടാ ഒന്ന് എണീറ്റേ. മോനെന്തോ എന്താ എന്തുണ്ടായത്? ഇതിനെന്തൊക്കെയാ പറഞ്ഞത്? സ്വപ്നം കണ്ടതാവും. എന്താ സ്വപ്നം കണ്ടത്? അയ്യപ്പനെയോ? വേറെന്താ കണ്ടേ? നമ്മുടെ കൂടെ വന്ന് പിന്നെ ഞാൻ കയ്യാട്ടി. അമ്മേ മലക്ക് പോണം. അമ്മേ അയ്യപ്പനെ വിളിച്ച് മലക്ക് പോണം. അച്ഛാ ഇന്നൊന്ന് അയ്യപ്പന്റെ അടുത്ത് കൊണ്ടുപോവാ. അച്ഛാ ഒന്ന് കൊണ്ടുപോവാ. ഇപ്രാവശ്യം എന്തായാലും ഒന്ന് കൊണ്ടുപോവേ. കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങൾ പോയിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ വീട്ടിലുള്ളതൊക്കെ. ഇപ്രാവശ്യം മോനിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തിക്കണേ. എങ്ങനെയും ഒന്ന് കൊണ്ടുപോകണം. ഇപ്പൊ സമാധാനമായിട്ട് മോൻ കിടക്കെ. നമുക്ക് അയ്യപ്പന്റെ അടുത്തൊക്കെ പോവാട്ടോ. ഒന്ന് എണീറ്റേ. മോനക്ക് ദർശനത്തിൽ അയ്യപ്പൻ വന്നത് നിനക്ക് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൂടെ കുട്ടീനെ? 5 വർഷമായി ഒന്ന് പോയിട്ട്. ഇതന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ. നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറാനെങ്കിലും ഒന്ന് പോവോ? അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന കാലത്ത് എല്ലാ കൊല്ലവും പോയതാ. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ അതെ കുഞ്ഞ് എത്ര നാളായി പറഞ്ഞേ ഒന്ന് കൊണ്ടുപോകുന്നു. ഇപ്പൊ അതിന്റെ സ്വപ്നത്തിലും വന്നിട്ടുണ്ട് അയ്യപ്പൻ. അതിന് അത്രയ്ക്ക് ഇഷ്ടം അയ്യപ്പനെ. അതെ, നീ പണിക്കും പോവാണ്ട് ഇവിടെ ഇങ്ങനെ കിടന്നിട്ടിരുന്നാലേ എല്ലായിടത്തേക്കും പോവാൻ പറ്റും. 5 കൊല്ലായി പറയും. സമാധാനപ്പെടും. പോവാ. പ്രാവശ്യം എന്തായാലും പോയി. നിങ്ങളൊന്ന് തീരുമാനിച്ചാ മതി. ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ? അതൊക്കെ അങ്ങ് ശരിയാവും. നിങ്ങളൊന്ന് ആദ്യം ഒന്ന് മനസമാധാനത്തോടെ തീരുമാനിക്ക്. ഇക്കുറി ഒന്ന് മല ചവിട്ടാന്ന്. ബാക്കിയൊക്കെ അയ്യൻ ശരിയാക്കി തരും. എന്തായാലും നമ്മളെ കുട്ടീനായിട്ട് പ്രാവശ്യം എന്തായാലും പോവാം.